പ്രസാദ്. അപ്പോൾ ഇന്ന് നമ്മൾ തന്മയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതിൻ്റെ ഒരു ആഘോഷം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇന്ന് പൈസ മാത്രമേ വെക്കണുള്ളൂ. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. അപ്പച്ചയുടെ വീട്ടിലാണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമല്ലോ പോവാനായിട്ട്. ഇനി ഒത്തിരി ക്ലിപ്പൊന്നും കാണിക്കുന്നില്ല, മടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിനി ചാനത്തിലേക്ക് കിടക്കാം. ഞാൻ ഈ ഉണ്ണി ടേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഗരം മസാല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കിങ്ങനെ ഒരു ഇത് വേണം, ലാപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കറ്റാനം പാണ്ടേ കിട്ടും കേട്ടോ. നല്ല ഇതായിരുന്നു, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്നല്ല, ഭയങ്കര വലിയായിരുന്നു കണ്ടോ. ഇതിൻ്റെ അകത്ത് കത്തിച്ച് വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആവുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് ബുക്സ് ഇതിലേക്ക് പോവാം. ആ റോബോട്ടിനെ കണ്ടിരുന്നല്ലോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇനി ഞാനൊരു പാവ എടുത്ത് അത് നോക്കി മാത്രമേ ഉള്ളൂ, വാങ്ങിച്ചിട്ടൊന്നുമില്ലായിരുന്നു വയസ്സ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ബെഡിനൊക്കെ മേക്ക് ഓവർ ചെയ്യുമ്പോഴത്തേക്കേ അതൊക്കെ വലിയ രസമായിരിക്കും നമ്മൾ വാങ്ങിച്ച സാധനം. അപ്പോൾ ലാസ്റ്റ് കാണിക്കും. ഇത് നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് പറയുവാണെങ്കിൽ നമുക്ക് കാണിക്കാം. ഞാൻ ആദ്യം ഒരു ഫ്രൈഡ് ചിക്കൻ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് അല്ല, പിന്നെ കുറച്ച് 2 കുപ്പി പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പാൽ പൈസ ഉണ്ടാക്കേണ്ടത്, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ടപ്പിയൊക്ക ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കവറിലാണ്. പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ വരുമ്പോൾ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൊച്ചു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിക്കി നോട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റിക്കി നോട്ട്സ്, പിന്നെ ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എണ്ണ, പിന്നെ കയറ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പം ഈ എണ്ണയും സ്റ്റിക്കി നോട്ട്സും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ എണ്ണയൊന്നും ആവശ്യമില്ല, സ്റ്റിക്കി നോട്ട്സ്. പിന്നെ ഇത് വലിയ മെഴുകുതിരിയാണ് ഗൈസ്. കാരണം നമ്മൾ ഒരു പാക്കറ്റിൽ വാങ്ങിച്ചാൽ പെട്ടെന്ന് തീരും. അതിനെക്കാട്ടി ഭേദം ഇതല്ലേ ഗൈസ്. ഇതാകുമ്പോൾ തീരത്തില്ലല്ലോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറായിരുന്നു. പിന്നെ എല്ലാവരോടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്, നേരത്തെ പറഞ്ഞേക്കാം. കയറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പം ബർത്ത്ഡേ പ്രത്യേകിച്ച് ഒരു ആഘോഷം ഇല്ലായിരുന്നു. പിന്നെ നാളെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ ഉണക്കലരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗരം മസാല, ഉണക്കലരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ്. പിന്നെ വേറെന്തോ അവിടുത്തെ കവറിലായിരുന്നു ഉള്ളത്, അതൊന്നും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിൽ എന്തായിരുന്നു ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നമുക്ക് എടുക്കുമ്പോഴേക്കും അറിയുന്നു. യൂസൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല എൻ്റെ അകത്ത് എന്താണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഡ്രസ്സായിരുന്നു ഉള്ളത്. പിന്നെ എനിക്ക് അപ്പച്ചി ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പച്ചിയുടെ വീട്ടിലാണെന്ന്. ആ ഡ്രസ്സാണിത്. ഇന്ന് രാവിലെ ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കടയിൽ പോയത്. തിരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ മാറി വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഒത്തിരി ക്ലിപ്പൊന്നും വീഡിയോസിൻ്റെ കാണിച്ചിട്ടില്ലായിരുന്നു. ഷോപ്പിങ്ങിന് ഒത്തിരി അങ്ങ് ഷോപ്പിങ്ങില്ലായിരുന്നു. ഇത് രാത്രി കിടക്കുന്ന ഉടുപ്പൊന്നും അല്ല കേട്ടോ, ഇതായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ കെട്ടിയിട്ടതാണ് കേട്ടോ. ഞാൻ എപ്പോൾ പോയിട്ട് വന്നാലും കെട്ടിയിടും ഫ്രണ്ട്. പിന്നെ ചേട്ടനൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നന്ദി എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടനൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഉടുപ്പായിരുന്നു, എൻ്റെ സെലക്ഷനായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ 2-3 പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കറിയൊക്കെ കൊണ്ടുപോകാനായിട്ട് സ്കൂളിൽ പോകുന്ന ഐറ്റംസ് ആയിരുന്നു ഇതൊക്കെയെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും 2 പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനും എനിക്കും വേണ്ടി 2 പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പേനയായിരുന്നു ഗൈസ്. 2 പേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്നലത്തെ ഷോപ്പിങ്ങിൻ്റെ ആണ് കേട്ടോ. ഇത് ഇന്നലത്തെ എൻ്റെ ഷോപ്പിങ്ങിൻ്റെ, ഇത് ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ. മറ്റേ പാലൊക്കെ കാണിച്ചതൊക്കെ ഇന്നത്തെ ഷോപ്പിങ്ങിന്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് കാണിക്കാൻ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഒന്നുമില്ല ഗൈസ്. പിന്നെ നമുക്ക് അതുപോലുള്ള കഴിക്കാനുള്ള സാധനങ്ങളും അതുപോലെയൊക്കെ ഉള്ളു ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് ശബ്ദമൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും
എല്ലാവരും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ നേരുക എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഞാൻ എന്താണ്ട് ഈ കുപ്പിയും അതൊക്കെ ആയിരുന്നു അപ്പച്ചി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായി. അയ്യോ അങ്ങനല്ല, എനിക്കൊരു ഉടുപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തി നല്ല സ്നേഹമുള്ള ആളാണ് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ സാധനങ്ങൾ, ബാക്കിയെല്ലാം അവരുടെ മക്കളുടെ സാധനങ്ങളായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബായ്.